വിറകടുപ്പിനും ഇൻഡക്ഷൻ കുക്കറിനും ഒക്കെ പകരക്കാരനായിട്ട് നമുക്ക് ഇവനുണ്ട്. പിന്നെ എന്ത് പേടിക്കാൻ? ഒരു ഗ്യാസ് ഷോർട്ടേജും നമ്മളെ എഫക്റ്റ് ചെയ്യത്തേയില്ല. പിന്നെ ഇത് നമുക്ക് ആർക്കും കൊടുക്കാൻ പറ്റില്ല. ഇത് പോർട്ടബിളും അല്ല, ട്രാൻസ്പോർട്ടബിളും അല്ല. അതുകൊണ്ട് ഇത് നമുക്ക് തന്നെ ഉപയോഗിക്കാനേ പറ്റൂ. ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ബുക്ക് ചെയ്താൽ കിട്ടുന്നില്ല, ലോങ് പീരീഡ് എടുക്കുന്നു, ഗ്യാസ് ഷോർട്ടേജ് കൊണ്ട് പല ഹോട്ടലുകൾ അടയ്ക്കുന്നു, മെനുകൾ പലതും കട്ടാക്കുന്നു. പക്ഷേ ഇതൊന്നുമില്ലാതെ നമ്മൾ നോർമലായിട്ട് ഫങ്ഷൻ ചെയ്യുന്നു. അതിനെല്ലാം നമ്മളെ സഹായിക്കുന്നത് ഇത് മാത്രമാണ്, നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റ്. എത്രത്തോളം വേസ്റ്റ് അവിടെ കൂടുതലിടുന്നു അത്രത്തോളം ഗ്യാസ് നമുക്ക് കൂടുതൽ കിട്ടുകയാണ്. സോ ഗ്യാസിന് നമുക്കിവിടെ ഒരു പഞ്ഞവുമില്ല. നമ്മുടെ കിച്ചൺ വേസ്റ്റ് കൊണ്ട് മാത്രം നമുക്ക് ഇത്രയും ഗ്യാസ് കിട്ടൂല. അതിന് കുറച്ച് വീര്യമുള്ള എന്തെങ്കിലും സാധനങ്ങൾ വേണം. സാധാരണ നാട്ടിൻ പ്രദേശത്തൊക്കെ പശുവിൻ്റെ കാഷ്ടമാണ് അതിന് ഉപയോഗിക്കുന്നത്. അത് നമ്മുടെ സിറ്റി നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. പിന്നെ കോഴി വളർത്തിയാൽ മതി. ഇങ്ങനൊരു കൂടുണ്ടാക്കി കോഴിയെ വളർത്തിക്കഴിഞ്ഞാൽ ആവശ്യത്തിലേറെ ഗ്യാസും കിട്ടും, നമുക്ക് മുട്ടയും കിട്ടും, പച്ചക്കറികൾക്കുള്ള സ്ലറിയും കിട്ടും. ആർക്കും ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണിത് കേട്ടോ. ഒരു ഡ്രമ്മ് കുഴിച്ചിടാനുള്ള സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് ആർക്കും ഇതുപോലെ കോഴി വളർത്താം, ഗ്യാസ് ഉണ്ടാക്കാം. ആരെ ആശ്രയിക്കാതെ ഗ്യാസിന് ഷോർട്ടേജ് വന്നാലും നമുക്ക് ഒരു പ്രശ്നവുമില്ലാതെ നമ്മുടെ കിച്ചൺ ഫങ്ഷൻ ചെയ്യാനും പറ്റും. ഈ യുദ്ധകാലത്തും ഗ്യാസിന് യാതൊരു തട്ടും മുട്ടുമില്ലാതെ നമ്മുടെ കിച്ചൺ ഫങ്ഷൻ ചെയ്ത് കൊണ്ടുപോകുന്നതും നമുക്ക് നിറയെ ഗ്യാസ് തരുന്നതും ഒക്കെ നമ്മുടെ ഈ ബയോഗ്യാസാണ്. പക്ഷേ ഇതിനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഒരു മെയിൻ ഫാക്ടർ ഇവരാണ്, നമ്മുടെ കോഴിപ്പെണ്ണുങ്ങൾ. കാരണം കോഴിക്കാഷ്ടത്തിലെ ഗ്യാസിന് നല്ല വീര്യമാണ്. അതുപോലെ തന്നെ പച്ചക്കറി വേസ്റ്റിനേക്കാൾ കൂടുതൽ ഗ്യാസ് പ്രൊഡക്ഷൻ കോഴിക്കാഷ്ടത്തിൽ നിന്ന് കിട്ടുകയും ചെയ്യും. അപ്പം ഇവരെല്ലാവരും ഇടുന്ന കാഷ്ടം നമ്മൾ അതേപടി നമ്മൾ ഇതിനകത്തിട്ട് ഇടുകയാണ്. ഇപ്പോൾ പച്ചക്കറികൾക്ക് നമ്മൾ ഇങ്ങനെ എടുക്കുന്നില്ല, സ്ലറി ആയിട്ടാണ് എടുത്ത് ഉപയോഗിക്കുന്നത്. മറ്റേത് ഞാൻ ഈ കോഴിക്കാഷ്ടം എടുത്ത് ഉണങ്ങി വെക്കുമായിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് ഗ്യാസ് ആണല്ലോ കൂടുതൽ ആവശ്യം, അതുകൊണ്ട് സ്ലറിയാണ് പച്ചക്കറികൾക്ക് ഉപയോഗിക്കുന്നതും. കോഴിക്കാഷ്ടം നമ്മളിപ്പോൾ വളമായിട്ട് ഡയറക്റ്റ് എടുക്കുന്നില്ല. അങ്ങ് ദൂരെ നടക്കുന്ന ഒരു യുദ്ധം, പക്ഷേ അതിൻ്റെ കോൺസിക്വൻസ് നമ്മളും ഫേസ് ചെയ്യുകയാണ്. നമ്മുടെ അടുക്കളയിലാണ് അത് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത്. ഇങ്ങ് ട്രിവാൻഡ്രം പോലെയുള്ള സിറ്റി ജീവിക്കുന്ന നമുക്ക് വിറക് കിട്ടുക വളരെ ബുദ്ധിമുട്ടാണ്. അത് കിട്ടിയാൽ തന്നെ പല വീടുകളിലും അടുപ്പില്ല. എൻ്റെ വീട്ടിലിവിടെ അടുപ്പുണ്ടായിരുന്നു. നമ്മൾ ഓരോരോ ഇന്നോവേഷൻ ചെയ്തപ്പോഴും ആ അടുപ്പിനെ എല്ലാം മാറ്റിക്കളഞ്ഞു. ഇപ്പോൾ ചിമ്മിനി മാത്രമുണ്ട്. അടുപ്പിൻ്റെ സ്ഥാനത്ത് നമ്മൾ നല്ലപോലെ ടൈലൊക്കെ ഇട്ട് പാത്രം വയ്ക്കുന്ന ഒരു സ്പേസ് ആക്കി മാറ്റി. പക്ഷെങ്കിലേ ഈ ഗ്യാസ് ഷോർട്ടേജ് ഒന്നും നമ്മളെ തളർത്തിയില്ല. ഇതിനെല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഇവരാണ്, എൻ്റെ കോഴിപ്പെണ്ണുങ്ങൾ. ഇവരുള്ളിടത്തോളം കാലം എനിക്ക് ഗ്യാസിന് ഷോർട്ടേജും ഇല്ല. ഈ കാണുന്നത് എൻ്റെ ബയോഗ്യാസിൻ്റെ കുറ്റിയാണ്. ഇത് രാവിലെ നമ്മൾ ഒരു 1 hour ഉപയോഗിച്ചു. അതിനുശേഷം പിന്നെയും ഇത് ഫില്ലായി വന്നിരിക്കുകയാണ്. ഈ മൂവ് ചെയ്ത് കിടക്കുന്ന ഇതില്ലേ, ഇത് മുഴുവനും ഗ്യാസാണ്. ഈ ഒരു കുറ്റി നിറച്ച് ഗ്യാസ് ഫില്ലായിട്ട് നിൽക്കുക. ഇതേ അടുത്ത ഒരു 1 hourലേക്ക് ഉപയോഗിക്കാൻ മാത്രമുള്ള ഗ്യാസ് ഉണ്ട്. അപ്പം ഇത് തീരുന്ന സമയമാകുമ്പോഴേക്കും നമ്മൾ അടുത്ത ഇൻപുട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കും. അതായത് കോഴിയുടെ കാഷ്ടം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്, അത് കഴുകിയും പിന്നെ നമ്മുടെ വെജിറ്റബിൾസിൻ്റെ എല്ലാ കട്ട് പോർഷൻസും എല്ലാം കൂടെ നമ്മൾ ഈ ഇൻപുട്ട് കൊട്ടിടും. അതും അടുത്ത ഒരു 6 to 7 hours കഴിയുമ്പോഴേക്കും ഗ്യാസായിട്ട് വരുവാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഗ്യാസിൻ്റെ ഷോർട്ടേജ് ഞങ്ങളെ ഒട്ടുമേ എഫക്റ്റ് ചെയ്തില്ല. കാരണം നമുക്കിതുണ്ട്, ഒന്നും പേടിക്കാനില്ല. ഞങ്ങൾ ഇൻഡക്ഷൻ കുക്കറും വാങ്ങിച്ചിട്ടില്ല. ഈ കുറ്റിയിലേ ഇങ്ങനെ ഈ മൂവ് ചെയ്ത് നിറഞ്ഞു നിൽക്കുന്നത് മുഴുവനും ഗ്യാസാണ്, കുക്കിംഗ് ഗ്യാസ്. അപ്പം രാവിലെ നമ്മൾ ഒരു ട്രിപ്പ് ഉപയോഗിച്ചു, അതിനുശേഷം പിന്നെ ഉണ്ടായിരിക്കുന്നതാണ്. ശരിക്കും യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് 3 നേരമായിട്ട് ഗ്യാസ് എടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ പഴയതിനേക്കാളും നമ്മൾ കെയർഫുള്ളാണ്. നമ്മൾ ഫുഡ് വേസ്റ്റ് ഒന്നും നമ്മുടെ കമ്പോസ്റ്റ് പൈപ്പിലിടൂല, നേരെ നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റിൻ്റെ ഇൻപുട്ടിലാണ് ഇടുന്നത്. എത്രത്തോളം വേസ്റ്റ് കൂടുതലിടുന്നോ അത്രത്തോളം നമുക്ക് ഗ്യാസ് കിട്ടുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ പച്ചക്കറികളുടെ വേസ്റ്റ് ഇടുന്ന ഇൻപുട്ടാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പണിംഗ് തുറന്നിട്ട് വെള്ളവുമായിട്ടിട്ട് മിക്സ് ചെയ്ത് നമ്മളിതിലേക്ക് അങ്ങ് ഒഴിച്ചു വിടും. ഇതിപ്പം നമ്മളിട്ട് കൊടുത്ത വേസ്റ്റാണ്. അതിനെ ഒന്ന് ഇങ്ങനൊരു കമ്പ് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, അത് വെച്ചൊന്ന് തള്ളി കൊടുക്കുക. അടുത്ത നമ്മുടെ ഗ്യാസിൻ്റെ സോഴ്സാണ് ഈ വരുന്നത്, നമ്മുടെ കോഴിക്കാഷ്ടം. അപ്പോൾ പച്ചക്കറി വേസ്റ്റും കോഴിക്കാഷ്ടം ഉണ്ടെങ്കിൽ
നമുക്കിവിടെ ഇഷ്ടം പോലെ ഗ്യാസാണ്. എത്ര യുദ്ധം വന്നാലും നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതുപോലെ കോഴിക്കാഷ്ടം ഉണ്ടെങ്കിൽ പിന്നെ ഗ്യാസിന് നമുക്ക് ഒരു മുട്ടുമില്ല. വേണ്ട, ഇതും കൂടെ നമ്മളങ്ങ് കഴുകി വിടും. അപ്പോൾ ഇതിപ്പോൾ പോളികാർബണേറ്റ് ഷീറ്റ് ഇപ്പം നമ്മൾ അടിച്ചതാണ്. ഇതുകൂടെ വന്നു കഴിഞ്ഞപ്പോൾ വളരെ ഈസിയായി. ഇത് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഈസിയായി. ആദ്യം ഞാനിതിനെ ഒന്ന് കുതിർത്തിടും വെള്ളത്തിൽ. അതിനുശേഷം ഇത് ഇങ്ങനെ അങ്ങ് വടിച്ചെടുക്കും. ഇനി വെള്ളം ഒഴിച്ച് കഴുകി കഴിയുമ്പോൾ ഇത് ഈസി ആയിട്ടൊക്കെ പോരും. ഇപ്പോഴേ ഇതെല്ലാം നമ്മൾ വടിച്ചത് ഇതിനകത്തോട്ട് ഇട്ടിരിക്കുക. അപ്പം ദേ എല്ലാം ഒഴുകി താഴോട്ട് നമ്മുടെ ഈ പാത്തിയിലോട്ട് പോരും. ഈസി ആയിട്ട് ഇങ്ങനെ പോരും. ഇതാണ് നമ്മളിപ്പം അവിടുന്ന് കഴുകി വിട്ട നമ്മുടെ കോഴിക്കാഷ്ടം. അതിൻ്റെ കൂടെ അവർക്ക് കൊടുത്ത മുരിങ്ങയിലൊക്കെ ഉണ്ട്. നമ്മളൊരു ഫോഴ്സും കൊടുക്കാതെ തന്നെ അത് കുറച്ച് കുറച്ചായിട്ട് താഴോട്ട് പോകുന്നുണ്ട്. ഇപ്പം ഈ പാത്തിക്കകത്ത് ഇതിങ്ങനെ നിറഞ്ഞു കിടക്കുക. ഇനി നമുക്കിങ്ങനൊരു സാധനമുണ്ട്. ഇത് വെച്ച് ഇങ്ങനെ അങ്ങ് ഇതിലേക്ക് അങ്ങാക്കി വിടും. അടുത്തതായിട്ടേ നമ്മളിപ്പോൾ പാത്തിയയിലാണ് ഇതെല്ലാം കഴുകിയിട്ടിരിക്കുന്നത്. ഇത് വെള്ളവും കൂടെ ചേർത്ത് മിക്സായിട്ട് നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റിൻ്റെ ഡ്രമ്മിലേക്ക് അങ്ങ് ഒഴിച്ചു വിടും. നമ്മുടെ വൈകിട്ടത്തേക്കുള്ള ഗ്യാസാണ് ഈ വരുന്നത്. നമ്മുടെ കോഴി വേസ്റ്റ് മുഴുവനും ഇത് താഴേക്ക് പോയി. അങ്ങനെ ഇവിടെ എല്ലാം നല്ല ക്ലീനുമായി നീറ്റുമായി. ഇവിടെ ഒന്നും കോഴിയുടെ വേസ്റ്റ് ഇല്ല. ഇതാണ് നമ്മുടെ ഫുഡ് വേസ്റ്റ് കളയുന്ന സ്ഥലം. അവിടെ ഒന്നുമില്ല. ഈ യുദ്ധകാലത്തെ നമ്മുടെ അടുക്കളയുടെ ഫങ്ഷൻ മുടങ്ങാതെയും ഗ്യാസ് ഷോർട്ടേജിന് പരിഹാരമായിട്ടില്ല നമ്മളെ പിടിച്ചെടുക്കുന്നത് നമ്മുടെ ഈ ബയോഗ്യാസ് പ്ലാന്റാണ്. പിന്നെ ഇത് ഉണ്ടാകണമെങ്കിൽ, ഇതുപോലെ ഗ്യാസ് പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ നമുക്ക് ഇവരുടെ സഹായം ഇല്ലാതെ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇവരുള്ളത് കൊണ്ട് നമുക്ക് ഗ്യാസും കിട്ടും, മുട്ടയും കിട്ടും. പിന്നെ സ്ലറി വരുന്നത് അത് നമ്മുടെ പച്ചക്കറികൾക്ക് ഉപയോഗിക്കാം. സോ എല്ലാം കൊണ്ടും ഒരു കമ്പൈൻഡ് എഫക്റ്റാണ് നമ്മുടെ ഈ ബയോഗ്യാസ് പ്ലാന്റ്. അങ്ങനെ നമ്മുടെ ഗ്യാസ് പ്രൊഡക്ഷൻ യൂണിറ്റ് വർക്കിംഗ് ആണ്. അതും 24 hours ഗ്യാസ് പ്രൊഡക്ഷനാണ്. നമ്മൾ എത്രത്തോളം വേസ്റ്റ് ഇടുന്നോ അത്രത്തോളം ഗ്യാസും നമുക്ക് കിട്ടുവാണ്. അപ്പോൾ ഒരു ഗ്യാസ് ഷോർട്ടേജും നമ്മളെ എഫക്റ്റ് ചെയ്യുന്നേയില്ല. സോ നന്ദി നമുക്കുള്ളത് ഇവരോടും മാത്രം. ഏറെ കടപ്പാടും നന്ദി നമ്മുടെ ഈ കോഴിപ്പെണ്ണുങ്ങളോട് മാത്രമാണ്. നമ്മുടെ മുട്ടയൊന്നുമേ കാക്ക കൊണ്ടുപോകാതെ നമുക്ക് ഇത് വെച്ചുകൂടെ ഒന്ന് അടച്ചു വെച്ചേക്കാം.